ഹലോ ഗായ്സ്, ഇതിപ്പോ നമ്മളെ ഒരു വീട് കൊടുക്കാനുള്ള കേട്ടോ. 10 സെന്റ് സ്ഥലവും ഒരു വീടും 1900 സ്ക്വയർ ഫീറ്റ്. 1900 പരം സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. നീണ്ട പൂമുഖം. പറഞ്ഞാൽ ഇതിന്റെ ഓണറാണിത്. നീണ്ട പൂമുഖം. ഒരുപാട് ആൾക്ക് ഇരിക്കാം. ഫ്രണ്ട് അടുപ്പത് കണ്ടോ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മഴ കാരണം പണി ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. കേറുന്നോടെ തന്നെ ഇത് ഓഫീസ് റൂം അല്ലേ? അത് ഓഫീസ് റൂം. ഇതിവിടെ എങ്ങനെ ഉണ്ട് കേട്ടോ, ഒരുപാട് ആൾക്ക് ഇരിക്കാം കണ്ടോ. അതിനോട് തൊട്ട് എയർ ഹാള്, പൂജാ റൂം എന്നൊക്കെ പറയുന്നത്, പ്രാർത്ഥന റൂം. ഓഫീസ് റൂമിൽ നിന്ന് നേരെ കടന്നായതാ പൂജാ റൂം. നമുക്ക് പ്രാർത്ഥന റൂം, നിസ്കാര റൂം എന്നൊക്കെ പറയാം. ഇതൊരു ബെഡ്റൂം, നല്ല സൗകര്യമുള്ള, നല്ല വലുപ്പമുള്ള നടുമുറ്റം. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. നേരൊക്കെ കാണുന്നില്ലേ? ഇതിനൊക്കെ പണിയുണ്ട്. നല്ല ഹാള്, നല്ല വലുപ്പമുള്ള. ഇവിടെ ഒരു പാസ് പുറത്തുനിന്ന് കണ്ട വീട് ഒരു ചെറിയ വീടാണ് തോന്നും. ഒരു അറ്റാച്ച്ഡ്, ഇവിടെ ഒരു ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, ഒരു അറ്റാച്ച്ഡ്, 4 ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം. ഇവിടെ ഉണ്ട് ബെഡ്റൂം. ഒക്കെ 11 ഹാളിലൊക്കെ ഒരുപാട് ആൾക്ക് ഇരിക്കട്ടോ. എത്ര എന്തൊരു കല്യാണം തന്നെ പന്തലിടേണ്ട ആവശ്യമില്ല. കല്യാണം ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു കല്യാണം ഉണ്ടെങ്കിൽ പന്തലിടേണ്ട ആവശ്യം. കല്യാണം തന്നെ ഇതിൽ നടത്താം, അതിനുള്ള സൗകര്യം ഉണ്ട്. ബെഡ്റൂം കേട്ടോ. ഇവിടെ ഉണ്ട് ബെഡ്റൂം. വിശാലമായ അടുക്കള. പിന്നെ പെണ്ണുങ്ങൾക്ക് ഇരിക്കാനും വർത്താനം പറയാനൊക്കെ പറ്റിയ നല്ല സൗകര്യം. പുറത്തുണ്ടാക്കാച്ചിട്ടല്ലേ? വർക്ക് ഏരിയയിലാണല്ലോ ഇപ്പൊ നമ്മൾ അടുക്കള ഉണ്ടാക്കല്. അപ്പൊ അതിനുള്ള സൗകര്യം. അതാ വർക്ക് ഏരിയ. ഇതവിടെ കൊട്ടത്തളത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെ ഇറങ്ങി വന്ന ഈ മതിലൊക്കെ കാണിച്ചു. 4 പുറം മതിലും കെട്ടിക്കണു. 10 സെന്റില് 4 പുറം മതിൽ കെട്ടിക്കണേ. മുറ്റം പണി കഴിഞ്ഞിക്കണേ. അങ്ങനെയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കണേ. ഇതാ ഇവിടെ ഒരു 3-3.5 സെന്റ് സ്ഥലം പുറകില്. കാലി സ്ഥലം കുറച്ചുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചുപിടിപ്പിക്കാനും അടുക്കള വേസ്റ്റ് ഒക്കെ, കട്ടർ വെള്ളം അതൊക്കെ ഇതാക്കാന്. ഇവിടെ ഒരു ബാത്റൂം, പുറത്തെ ബാത്റൂം. ഇതിന് തേപ്പില്ല കേട്ടോ. തേപ്പ് ഇങ്ങനെ മറ്റേതേ വരുള്ളൂ. ഫീഡിങ് പിടിപ്പിക്കാൻ അത് കണ്ടിട്ടില്ല. അതിനിങ്ങനെ വെള്ളം പോയില്ല, അതേ വരുള്ളൂ. തേക്കണമെങ്കിൽ തേക്ക, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലും തേച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്ത് പോയി പഴമ. പഴമ കിട്ടൂല. ഇവിടെ ധാരാളം വീടുകൾ. നമ്മളെ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിയേട്ടന്റെ വീടാണ് ആ കാണുന്നത്. വീടുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. കണ്ട റോഡും സൗകര്യം. നേരെ കുടിച്ചോ കണ്ടോ എന്തായാലും ഇവിടെയൊക്കെ ചെടികളും വെക്കാം. പിന്നെ നമ്മളെ സെറാമിക് ഓടാണ്. പഴയ കാലത്ത് നമ്മൾ പറഞ്ഞ കാലത്ത് ചൈനീസ് ഓട് എന്നൊക്കെ പറയും. ഇരുമ്പിന്റെ ഇതാണ്. ഇരുമ്പിന്റെ അതൊക്കെ നല്ല വിലയുള്ള കമ്പി ഒക്കെയാണ്. അതിലൊന്നും ഒരു മോശം വരുത്തിയിട്ടില്ല. ഇതിപ്പോ ഈ നിലവിലുള്ള അവസ്ഥയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പണി തീരുന്നതിന് മുന്നേ തന്നെ നിലവിൽ ഇപ്പൊ ഈ കാണാൻ എന്താ ഇങ്ങനെ വില പറയുന്നത്? എന്താണ് എങ്ങനെ വിലയൊക്കെ നമ്മള് പാർട്ടി വന്ന് കണ്ട്, പിന്നെ നിങ്ങൾക്ക് അറിയാലോ കാര്യങ്ങള്. അതെ. അപ്പൊ പാർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് മര്യാദക്ക് കൊടുക്കാം. ആവശ്യമുള്ളവര് ബന്ധപ്പെടുക. ഇതിൽ വെക്കാം. ഓണർ നമ്പർ വെക്കാം, നമ്മുടെ നമ്പറൊക്കെ വെക്കാം. അപ്പൊ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മര്യാദ പോലെ ചെയ്യും. പെട്ടെന്ന് ഇടപാട് നടത്തുന്നവർക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടും ചെയ്യും. കാര്യങ്ങളൊക്കെ ചെയ്യും. എഗ്രിമെന്റ് കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പെട്ടെന്ന് ഇടപാട് എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല. അതിന്റെ എഗ്രിമെന്റിന്റെ ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അഡ്വാൻസ് തരിക, ആധാരം എഴുതാൻ കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക. പിന്നെ കുറച്ച് 1-2 മാസമൊക്കെ കൂടി വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ലാതെ. അപ്പൊ ആവശ്യക്കാരെ ബന്ധപ്പെടുക. നല്ല ഏരിയയാണ്. എല്ലാരും ആൾക്കാരൊക്കെ താമസം, എല്ലാ മതസ്ഥർക്കും പറ്റുന്ന ഏരിയ. അതെ, എല്ലാ മതസ്ഥരും ഉണ്ട്. പിന്നെ എന്റെ നമ്പർ 73 061 85 770. അടുത്ത വേറെ നമ്പർ 960 57 16 383. അപ്പൊ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക കേട്ടോ. ഇത് പ്ലാശ്ശേരിയാണ്. പ്ലാശ്ശേരി റേഷൻ പീടിക അവിടെ എങ്ങനെയാണ് അടുത്ത് തന്നെയാണ്.
കൊപ്പത്തുനിന്ന് കുറച്ച് കൊപ്പത്തുനിന്ന് എത്ര പോരാണ്ടാവും കേട്ട്? കൊപ്പത്തുനിന്ന് കഷ്ടി 2 കിലോമീറ്റർ. കൊപ്പത്തുനിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ പോരാന്. പോന്നു കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ്, ആവശ്യമുള്ളവര് ബന്ധപ്പെടുക കേട്ടോ. ഇതൊന്നും അങ്ങോട്ട്